ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ ഉൾപ്പെടെയുള്ള സഹോദരന്മാർക്ക്, നാട്ടിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ പുരുഷന്മാർക്ക് അവരുദ്ദേശിക്കുന്ന ആഗ്രഹം വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന നല്ല മുജറബായ ഒരുപാട് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട്, ഇത് വീഡിയോയിൽ ഇപ്പോഴേ പറയുന്നുള്ളൂ, പക്ഷേ ഇത് നേരത്തെ എന്നോട് ഫോൺ വിളിക്കുന്ന ആളുകൾക്കൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമലാണ്. നല്ല ഫലമുള്ള അമലാണ്. ആത്മാർത്ഥമായി പറയുന്നത് പോലെ ചെയ്താൽ അത് വളരെയധികം ഉപകാരപ്പെടും. അത് ഫലം കണ്ടതായ അനുഭവം നമുക്കൊരുപാടുണ്ട്. ഇത് കേൾക്കുന്നവരിൽ തന്നെ അങ്ങനെ ഫലം സിദ്ധിച്ച ആളുകൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർക്ക്, അതേപോലെ തന്നെ ഉപ്പമാർക്ക്, അവരവരുടെ മക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞ് അവരോട് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് നല്ലോണം ഫലം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലിയ വലിയ പ്രയാസങ്ങളുള്ളവരുണ്ട്. നമ്മൾ ഇത്തരം വീഡിയോസുകൾ ചെയ്യുമ്പോൾ സിഹറുമായി ബന്ധപ്പെട്ടത്, ഐനുമായി ബന്ധപ്പെട്ടത്, കൈവശവുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, ഈ പിശാച് ബാധയുമായി ബന്ധപ്പെട്ടത്, ശൈത്വാനീയത്തിന്റെ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ വീഡിയോ ചെയ്തപ്പോൾ എത്ര ആളുകളാണെന്നറിയോ ഒരു ദിവസം തന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ സങ്കടമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പല ആളുകളും അവരവരുടെ നീറുന്ന വിഷമങ്ങൾ, വ്യതകൾ, പ്രയാസങ്ങൾ, അവരാ പ്രയാസങ്ങൾ കാരണമായിട്ടാണ് നമ്മോട് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്ന സമയത്ത് അതിനെ റീപ്ലൈ കൊടുക്കാൻ കഴിയാത്ത കാര്യം ആലോചിക്കുമ്പോൾ, അത് ഈ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ അവരുടെ ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശരായിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അവരുടെ പ്രയാസങ്ങൾ പറയുക. നമുക്കതിൻ്റെ വോയിസുകൾ മുഴുവനായിട്ട് കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കാനോ കഴിയാത്ത കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ വലിയ ഫത്ഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ ആളുകൾ ഈ ദുനിയാവിൽ ചിരിച്ച് പുഞ്ചിരിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവരുടെ മനസ്സകങ്ങളിൽ, അവരുടെ പുഞ്ചിരിയിൽ ഒതുക്കിയ, ചിരിയിൽ ഒതുക്കിയ എത്രയോ വിഷമങ്ങൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, പ്രയാസങ്ങൾ അവരുടെ മനസ്സിനുള്ളിലുണ്ട്. അതൊക്കെ അവർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കും, ഈ പ്രവാസികളൊക്കെ നമ്പർ കണ്ടാൽ നമുക്ക് തിരിയും. നമ്മുടെ ഈ 91 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാത്ത നമ്പറുകളൊക്കെ പ്രവാസികളാണ്. അവർ വിദേശത്ത് നിന്ന് നമുക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ അവർ ചിലപ്പോൾ രാത്രി ഒരുപാട് വൈകിട്ടൊക്കെ ആയിരിക്കും മെസ്സേജ് അയക്കുക. എന്നാലും അവർ എത്ര സമയമാണെന്നറിയോ ഓരോ വോയിസ് മെസ്സേജുകളും ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ കഷ്ടപ്പെട്ട് ഇതെങ്ങനെയെങ്കിലും ഉസ്താദ് ഒന്ന് വായിച്ചിട്ട് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം എന്നൊക്കെ കരുതിയിട്ട് അയക്കുന്ന എത്രയോ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്. ഞാൻ അവരെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5000-ലധികം മെസ്സേജുകൾ വന്ന് കിടന്ന് ആകെ ഒന്നിനും റീപ്ലൈ കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഞാൻ എപ്പോഴാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഉള്ളത് മാത്രമേ എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയൊക്കെ താഴെയായിരിക്കും. അങ്ങനെയുള്ളൊരു സാങ്കേതികമായ പ്രശ്നമൊക്കെ ആയിട്ട് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാലും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ട് പലരും അറിയിക്കാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പുരുഷന്മാർക്ക്, സഹോദരന്മാർക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യം, അത് ജോലി സംബന്ധമായ വിഷയമാകട്ടെ, അതവരുടെ രോഗങ്ങൾ മാറാനാവട്ടെ, അവർക്ക് പ്രമോഷൻ ലഭിക്കാനാവട്ടെ, അത് എന്ത് വിഷയങ്ങളാണ് ഇത് പുരുഷന്മാർക്കാണ് എന്ന് പറയാൻ കാരണം, ഇത് പള്ളിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചൊല്ലുന്ന സമയത്ത്, എത്തുന്ന സമയത്ത് ആ പള്ളിയിൽ വെച്ച് ചെയ്യേണ്ട അമലാണ്. അതുകൊണ്ട് തന്നെ ഇത് സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റൂല. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൽ. നമ്മുടെ ഭർത്താക്കന്മാര്, അതേപോലെ തന്നെ മക്കളൊക്കെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന മക്കളാണെങ്കിൽ അവർക്കിത് ചെയ്തു കൊടുക്കുക. അള്ളാഹു ഓരോ കാര്യങ്ങളും അത് നേടിയെടുക്കാൻ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ അള്ളാഹു നിശ്ചയിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു തരിക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചു, അത് നമുക്ക് നേടിയെടുക്കണം എന്ന് കരുതണം. എന്നാൽ നമ്മൾ പെട്ടെന്നൊരു സ്വതക്ക ചെയ്യാം. എന്നാൽ സ്വതക്ക കാരണമായിട്ട് അള്ളാഹു അത് പൂർത്തീകരിച്ചു തരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചില അമലുകൾ, ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ്
റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് തരിക, നമ്മുടെ പ്രയാസങ്ങളിൽ സലാമത്ത് നൽകുക. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഈ സെഷനിൽ തന്നെ ഞാൻ 2 വീഡിയോസ് ഇതിനകം നമ്മുടെ മുറാദുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2ഉം നല്ല പവർഫുൾ ആയിട്ടുള്ള അമലാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഒന്ന് 12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്ന വളരെ മഹത്വമുള്ള ഒരു അമല്. ഇപ്പോഴും ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇട്ടാലും അതിന് താഴെ 12,000 ബിസ്മിയെ കുറിച്ച് പറയാത്ത ഒരു കമന്റും ഉണ്ടാകാത്ത ദിവസം ഉണ്ടാകാറില്ല. അത്രത്തോളം ആളുകൾ അത് ഏറ്റെടുക്കുകയും അത് ചെയ്യാൻ വേണ്ടി തയ്യാറാകുകയും അത് ചെയ്തു തുടങ്ങിയവരും കഴിഞ്ഞ ഒരുപാട് ആളുകൾ എന്നെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ മുറാദുകൾ നേടിയെടുക്കാൻ, നാം ഉദ്ദേശിക്കുന്ന ആഗ്രഹം നേടിയെടുക്കാൻ, അതെന്തോ ആവട്ടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മകളുടെ വിവാഹം ശരിയാവാൻ, നമ്മുടെ സ്ഥലം വിറ്റ് കിട്ടാൻ, നമ്മുടെ മക്കളുടെ ഭർത്താക്കന്മാരുടെയൊക്കെ ദുസ്വഭാവം, ലഹരിയുടെ ഈ സ്വഭാവം, ഇതൊക്കെ മാറിക്കിട്ടാൻ, ഈ മന്ദബുദ്ധി മാറിക്കിട്ടാൻ, അപസ്മാരം മാറിക്കിട്ടാൻ, ഇങ്ങനെ തുടങ്ങി മാറാത്ത പല വിഷയങ്ങളും നിയത്താക്കിയിട്ട് അത് ചൊല്ലാൻ വേണ്ടി ഏറ്റെടുത്തവരുണ്ട്. അള്ളാഹുവെ അവരുടെ നിയത്തിനെ പൂർത്തീകരിക്കണം അല്ലാഹ്. അങ്ങനെ ബിസ്മി ഏറ്റെടുത്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അതേപോലെ രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് 3 തവണ 3 വെള്ളിയാഴ്ച രാവുകളിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുന്ന ആ അമല് ചെയ്താൽ നിങ്ങൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം തീർച്ചയായും അത് സാധിക്കും എന്ന് ഉറപ്പുള്ള 2 അമലുകൾ പറഞ്ഞു. ഈ അമല് ഇത് പുരുഷന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികൾ, ഞാൻ പ്രവാസികളെ വല്ലാതെ പറയാൻ കാരണം അത്രയും പ്രവാസികൾ നമ്മോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. അതന്നെ പുരുഷന്മാർക്ക് അവരുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് ഈ അമല്. ഇത് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള 3ാമത്തെ അമലാണ്. ഈ അമലിന്റെ പ്രത്യേകത, ഇത് പുരുഷന്മാർ പള്ളിയിൽ വെച്ച് ചെയ്യേണ്ട അമലാണ്. അതായത് പറയാൻ പോകുന്നു ചെയ്യേണ്ട അമല്, നിങ്ങൾ പള്ളിയിലേക്ക് പോയിട്ട് ഒരു ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പള്ളിയിലേക്ക് പോവുക. ആ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുക. അല്ലെങ്കിൽ പിന്നെ ഈ നിയ്യത്ത് പ്രത്യേകം കരുതിയിട്ട് പള്ളിയിലേക്ക് പോവുക. ഓക്കെ, ഒന്നുകിൽ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് കരുതിയിട്ട്. ഏറ്റവും നല്ലത് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുക. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി ഇങ്ങനെയുള്ള ഏതെങ്കിലും ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുക. അങ്ങനെ പള്ളിയിലേക്ക് പോയിട്ട് ആ പള്ളിയിലെ ബോക്സിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു 11 രൂപ പള്ളിയിലെ ബോക്സിൽ നിക്ഷേപിക്കുക. ഒരു 11 രൂപ പള്ളിയിലെ ബോക്സിൽ സദഖ ചെയ്യുക ഇൻഷാ അല്ലാഹ്. 11 രൂപ. ആ 11ന് വലിയ മഹത്വമുണ്ട് ആദത്തിന്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. ആ 11 രൂപ പള്ളിയിലെ ആ നേർച്ചപ്പെട്ടിയിൽ, പള്ളി പരിപാലനത്തിനുള്ള പെട്ടിയിൽ നിങ്ങൾ നല്ല നിയ്യത്ത് കരുതിയിട്ട്, നിങ്ങൾ ആ ഉദ്ദേശം കരുതിയിട്ട് അവിടെ സദഖ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരുത്തം അങ്ങനെ തന്നെ ഇരിക്കുക. ആ ഇരുത്തം മാറിയിരിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുക. നിസ്കാരം കഴിഞ്ഞ്, നിസ്കാരത്തിന് ശേഷമുള്ള ദുആ കഴിഞ്ഞ് എഴുന്നേറ്റ് വരാതെ നിസ്കാരം കഴിഞ്ഞ് ആ പള്ളിയിൽ അങ്ങനെ തന്നെ ഖിബിലയിലേക്ക് മുന്നിട്ട് നമ്മൾ അവസാനത്തെ തഹിയ്യാത്തിൽ ഇരിക്കൂലേ, അതേപോലെ തന്നെ ഇരിക്കുക. ആ ഇരുത്തത്തിനും ഫലമുണ്ട്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരപ്പായിൽ അങ്ങനെ ഇരിക്കുന്ന ആ കാലത്തോളം, ആ സമയത്തോളം മലക്കുകൾ അവന് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്, ഇവന് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇരുത്തത്തിനെ കുറിച്ച് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലിയ മഹത്വമുള്ള ഇരുത്തമാണെന്ന്. അപ്പോൾ ആ കാലുകൾ ചലിപ്പിക്കാതെ തന്നെ ഇരിക്കണം. അതങ്ങനെ തന്നെ കാലനക്കാതെ ആ ഇരുത്തം അങ്ങനെ പള്ളിയിലിരിക്കുക. ഇരുന്നിട്ട് ഒരു യാസീൻ ഓതിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നൊരു പ്രാവശ്യം പറയുക. അതിനുശേഷം നമ്മുടെ എന്ത് നിയ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്? ചിലപ്പോൾ മകളുടെ കല്യാണം ശരിയാവാനായിരിക്കും, സ്ഥലം വിറ്റ് പോകാനായിരിക്കും, ജോലി കിട്ടാനായിരിക്കും, ഉള്ള ജോലിയിലെ പ്രൊമോഷൻ ലഭിക്കാനായിരിക്കും. എന്ത് നിയ്യത്താവട്ടെ, എന്ത് നിയ്യത്താണെങ്കിലും ആവട്ടെ, പല സ്ഥലത്തും പോയിട്ട് മാറാത്ത നിയ്യത്തുകൾ എന്താണെങ്കിലും ആവട്ടെ, നിങ്ങൾ ചെയ്തു നോക്ക്. ആ സ്വലാത്ത് കഴിഞ്ഞ ശേഷം ആ നിയ്യത്ത് പ്രത്യേകം അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ എൻ്റെ മകളുടെ വിവാഹം ഇത്ര വർഷമായി ഇതിനു വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുന്നു, പെട്ടെന്ന് നീ അത് സാധിപ്പിച്ചു തരണേ എന്ന ആവശ്യം അള്ളാഹുവിനോട് പറയാം. അള്ളാഹു എൻ്റെ സ്ഥലം വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, 13 വർഷമായി എൻ്റെ വീട് പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹ് ഇതൊന്ന് എത്രയും പെട്ടെന്ന് നീ ആരും അറിയാതെ സാമ്പത്തികമായ വഴികളൊക്കെ എന്നെ അടുപ്പിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു തരണേ എന്ന് പടച്ച റബ്ബിനോട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പറയാം. അപ്പോൾ ഒരു യാസീൻ ഓതുക, ആ ഇരുത്തം മാറ്റാതെ ആ
അങ്ങനെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് പറയാ. എന്നിട്ട് അള്ളാഹുവിനോട് പറയാ. രണ്ടാമത്തെ യാസീൻ ഓതുക, അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ യാസീൻ ഓതുക, അങ്ങനെ തന്നെ ചെയ്യുക. മൂന്നാമത്തെ കഴിഞ്ഞിട്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈ അമൽ പൂർത്തിയായി. വലിയ ഫലമുള്ള അമലാണ്. ഞാൻ എന്നോട് പ്രയാസങ്ങൾ വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, വർഷങ്ങളായിട്ട് ഇത് ഞാൻ പറഞ്ഞെടുത്ത ഒരുപാട് ആളുകൾ ഇതിലുണ്ടാവും. അവരിത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും. ഇത് പുരുഷന്മാർക്കാണെന്ന് പറയാൻ കാരണം പള്ളിയിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഈ ഒരു അമല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അജ്നബിയായ കലാം അതിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. അജ്നബിയായ കലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പറയുന്നതിൻ്റെ ഇടക്ക്, ഇത് ചൊല്ലി പൂർത്തീകരിക്കുന്നതിൻ്റെ ഇടക്ക്, ഇതിൻ്റെ ഇടയിൽ മറ്റു സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് സ്വലാത്ത് ആണ് അതിൽ വരേണ്ടത്. അതല്ലാത്ത ഒരു കലാം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇത് സംസാരിക്കുന്നതിനിടയിൽ ഒന്നും പറയാൻ പാടില്ല. ഇത് മാത്രം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഈ യാസീൻ ആരെ പേരിലാണ് ഓതേണ്ടതെന്ന് ചോദിച്ചാല് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള അസ്ഹാബുൽ ബദ്റിന്റെ പേരിലാണ് ഓതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നുകൂടെ അമലൊന്ന് ഞാൻ ഒന്നുകൂടി ശരിക്കും പറഞ്ഞുതരാം. നിങ്ങൾ പള്ളിയിലേക്ക് ളുഹറിനോ അസ്റിനോ മഗ്രിബിനോ ഇശായിനോ സുബഹിക്കോ ജമാഅത്തിന് പോകുമ്പോൾ ആ നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് അതേ ഇരുത്തം പള്ളിയിലിരിക്കൽ. മനസ്സിലായല്ലോ? അതേ ഇരുത്തം. ഇനി അതല്ലാത്ത സമയത്താണ് ഒരാൾക്ക് അവസരം കിട്ടിയതെന്നെങ്കിൽ പള്ളിയിൽ കയറിയിട്ട് തഹയ്യത്ത് നിസ്കാരമുണ്ട്. പള്ളിയിൽ കയറിയാൽ ആ നിസ്കാരം നിസ്കരിക്കുക, നിസ്കരിച്ചിട്ട് അതേ ഇരുത്തം ഇരിക്കുക. മനസ്സിലായല്ലോ? അങ്ങനെ ഇരുന്നിട്ട് ഒരു യാസീൻ ഓതുക. അസ്ഹാബുൽ ബദറിന്റെ പേരിൽ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള അസ്ഹാബുൽ ബദറിന്റെ പേരിൽ ഒരു യാസീൻ ഓതുക, ഒരു സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ള സ്വലാത്ത് നമ്മുടെ ആവശ്യം റബ്ബിനോട് മനസ്സറിഞ്ഞ് ഹൃദയമറിഞ്ഞ് ഹൃദയം തട്ടി പറയാം. നിങ്ങൾ അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കരുതണ്ട്, ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ്, ഖിബിലയിലേക്ക് മുന്നിട്ടാണ് ഇരിക്കുന്നത്, ഉളൂയോടുകൂടെയാണ് ഇരിക്കുന്നത്, നിസ്കാരത്തിന് ശേഷമാണ് ഇരിക്കുന്നത്, സ്വതക്ക നൽകിയതിന് ശേഷമാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള കാരണങ്ങളാണ്. നിങ്ങളൊന്ന് എണ്ണിയൊക്കെ. ഉളൂയോട് കൂടെയാണ് ഇരിക്കുന്നത്. അത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ, ഉത്തരം കിട്ടാൻ കാരണം റബ്ബിന്റെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന ബോധ്യത്തോടു കൂടി ഇരിക്കുന്നത് ഉത്തരം കിട്ടാൻ കാരണം. നിസ്കാരത്തിന് ശേഷം ഇരിക്കുക, ഉത്തരം കിട്ടാൻ കാരണം ഖിബിലയിലേക്ക് മുന്നിട്ടിരിക്കുക. ഇങ്ങനെ ഈ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റബ്ബ് നമ്മെ കൂടുതൽ പരിഗണിക്കാനും റബ്ബ് നമ്മളെ പരിഗണിച്ച് നാം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാനും കാരണമാണ്. ആരുടെ പേരിലാണ് നാം ഓതുന്നത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ ഖുലഫാഉർ റാഷിദീനുകളായ മഹാന്മാരാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലിയാർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഖുലഫാഉർ റാഷിദീൻ അസ്ഹാബുൽ ബദ്റിന്റെ പേരിലാണ് ഓതുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഫലം ലഭിക്കും. നല്ല ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് അക്ഷരത്തെറ്റ് കൂടാതെ ഓതുക, നല്ല ഫലം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളിത് കേൾക്കുന്നവരൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിന്, അതേപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക്, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് എന്ത് നിയത്തും കരുതിയിട്ടിരിക്കുക. അതങ്ങനെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഫലം അള്ളാഹു നൽകട്ടെ ഇൻഷാ. എല്ലാവരും വിനീതനായ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.